അതിഥി ദേവോ ഭവ അല്ലേ? എന്താ അത് ഞാൻ പറയാൻ കാര്യം എന്നറിയോ? നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ഒരു യൂട്യൂബർ, ഒരു കുട്ടി US ഒരു പ്രായം ചെന്ന ഒരു അപ്പൂപ്പനുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ജോർജ് എന്ന് പേരുള്ളത് എല്ലാവരും കാണുന്നുണ്ടാവും. അരുണിമ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഞാൻ ആ കുട്ടിയുടെ വ്ളോഗ്സ് ഒന്നും കണ്ടിട്ടില്ല, പക്ഷേ വളരെ ഇങ്ങനെ ട്രാവൽ വ്ളോഗറാണ്. ഇത്ര പെൺകുട്ടികൾ തന്നെ എങ്ങനെ ട്രാവൽ ചെയ്യാം അങ്ങനെയൊക്കെ പറയുന്ന ഒരു കുട്ടി. വളരെ ചീപ്പായിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യാം, ഇന്ന രാജ്യങ്ങളിൽ, ഒരുപാട് രാജ്യങ്ങളിലൊക്കെ ആ കുട്ടി തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ സ്മാർട്ടൊക്കെയാണ്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ കുട്ടി അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എത്രയോ ദിവസം ഒരു വീട്ടിൽ താമസിക്കാം, ആ ജോർജ് എന്ന് ആ അച്ചായൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് അങ്ങേര് പറഞ്ഞു. 10-72 വയസ്സുള്ള മനുഷ്യനാണ്. വളരെ നല്ല ഇൻറ്റൻഷനിൽ പറഞ്ഞു, അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് ആ പുള്ളിയുടെ കൊച്ചുമോളും അവരുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവരെ വീട്ടിൽ നിന്ന് മാറി കൊടുക്കണം എന്ന് പറഞ്ഞു എന്നാണ് പറയണത്. എന്തൊക്കെയാണെങ്കിലും ആ കുട്ടീനെ രാത്രി പോകണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആ കുട്ടി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിയെന്നോ, എന്നിട്ട് റോഡിൽ നിന്നിട്ട് ഈ അച്ചായനെ, അതായത് ഈ ഹോസ്റ്റായിട്ടുള്ള അച്ചായനെ കുറേ എന്തൊക്കെയോ പറഞ്ഞ് രാത്രി ഇറക്കി വിട്ടു, അങ്ങനെയൊക്കെ ഒരു ഇത്. ഞാൻ ഈ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, എന്ത് ന്യായീകരണമാണെങ്കിലും ആ കുട്ടി അവിടെ ഗസ്റ്റായിരുന്നു അല്ലേ? ഒരു 3-4 ദിവസം അവരുടെ ഗസ്റ്റായിട്ട് അവരുടെ അടുത്ത് ഫ്രീ ആയിട്ട് പാർപ്പിടവും. എത്ര രൂപയാണെന്നറിയോ ഒരു ഹോട്ടലിലൊക്കെ താമസിക്കണമെങ്കിൽ നമ്മൾ ചിലവാക്കേണ്ടി വരിക. അപ്പോൾ ഒരാളുടെ വീട്ടിൽ അവർ തരുന്ന ആ ഒരു ആതിഥേയത്വം സ്വീകരിച്ച് നമ്മളവിടെ ചെല്ലുകയാണ്. അപ്പോൾ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻസ് അല്ലേ, അവരും ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. നോക്കൂ, അക്കോമഡേഷനും ഫുഡും ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അതും അമേരിക്കയിൽ എത്ര ഡോളർ ചിലവാകും ആലോചിച്ച് നോക്കൂ. ഒരു പെൺകുട്ടി അവിടെ തന്നെ ചെന്ന് താമസിക്കുന്നു, 4 ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയിട്ട് അവരെ അവഹേളിക്കുന്ന രീതിയിൽ വീഡിയോ ഇടുന്നു. അറ്റ്ലീസ്റ്റ് മിണ്ടാതിരിക്കുകയായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ഒരു പാകപ്പിഴ ആരുടെയോ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരുന്നൂടെ? നമ്മളവരുടെ അതിഥിയായിട്ട് പോയതല്ലേ, നമ്മൾ തന്നെയല്ലേ അങ്ങോട്ട് കയറി ചെന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയട്ടെ കേട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കും ചേച്ചി ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തൊക്കെയല്ലേ പോകേണ്ടത് എന്ന് ചോദിക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വീടിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിക്കും കുഴപ്പമായിട്ട് വരരുത്. മനസ്സിലായോ? ഇപ്പം ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ജീവിതം കരുപ്പിടിപ്പിച്ച് എടുക്കുന്ന സമയത്ത് എൻ്റെ കസിൻ്റെ വീട്ടിൽ ഞാൻ തങ്ങേണ്ടി വന്നിട്ടുണ്ട്. വേറെ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ, അരവിന്ദിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ തങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം വല്ലാത്ത ഒരു അവസ്ഥയുമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചതാണ്, നമ്മുടെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, അതെങ്കിലും കുറച്ച് വിറ്റിട്ട് നമുക്കൊരു റെൻറ്റിന് വീടെടുത്തിട്ട് നമുക്ക് ജോലി തേടാം എന്ന് ഞാൻ അരവിന്ദിനോട് പറയുകയുണ്ടായി. പക്ഷേ എൻ്റെ കസിൻ്റെ വീട്ടിൽ 2 റൂമേ ഉള്ളൂ അവിടെ. ഒന്ന് ആലോചിച്ച് നോക്കുക, 2 BHK ഹൗസ്, നല്ല ഭംഗിയുള്ള ലൊക്കാലിറ്റിയിൽ നല്ല ഭംഗിയുള്ള വീടാണ്. പക്ഷെ അത് അവരുടെ ഭർത്താവും ഭാര്യയും 2 മക്കളും ഉണ്ട് അവർ. അപ്പോൾ അവരുടെ ഒരു റൂം നമുക്ക് തരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു മച്ച് ഓഫ് ആൻ ആസ്ക് അല്ലേ? പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് മാറണ്ടേ? ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് വേറെ അക്കോമഡേഷൻ റെഡിയാക്കി മാറി കേട്ടോ. പക്ഷേ നമ്മളും അങ്ങനെ മറ്റുള്ളവരുടെ ആതിഥേയം സ്വീകരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എനിക്കും അന്ന് വല്ലാണ്ടൊക്കെ ഉള്ളൊരു ഇത് തോന്നി, ദൈവമേ എന്തൊരു കഷ്ടമാണ് ഇവരുടെ ഇതിനകത്തേക്ക് നമ്മൾ കയറി ചെല്ലുന്നത്. അവരെന്തെങ്കിലും ഒരു ചെറിയ മുറുമുറുപ്പ് കാണിച്ചിട്ട് അതൊന്നും അല്ല, കാണിച്ചു പോയാൽ പോലും ഞാൻ പറയാനും പാടില്ല. എന്താണെന്ന് പറയട്ടെ, ഞാനാണ് അവിടെ അതിഥി, ഞാനാണ് അവരുടെ എന്താ പറയുക, അവരുടെ ആതിഥേയം സ്വീകരിച്ച് ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ് ഉണ്ടായതല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ അവരുടെ വീടിൻ്റെ സൗകര്യങ്ങളനുസരിച്ചേ ഞാൻ ചെയ്യുള്ളൂ. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഒരിക്കലും നന്ദികേട് കാണിക്കാൻ പാടില്ല. ആരുടെയെങ്കിലും എന്താ പറയുക, ഡ്രോയിങ് റൂമിൽ പോയി നമ്മൾ ചേക്കേറാതിരിക്കുക. പക്ഷെ ചേക്കേറേണ്ടി വന്നാൽ കഴിയുന്നതും ഒതുങ്ങിക്കൂടുക. അവരുടെ വൈഫൈ ഉപയോഗിക്കരുത്. അവരുടെ വീട്ടിൽ കഴിയുന്നതും ഭക്ഷണം കഴിക്കാതെ പുറത്തു പോയി കഴിക്കാൻ എന്തെങ്കിലും ഒരു പണം വീട്ടിൽ നിന്ന് സ്വരുക്കൂട്ടിയിട്ട് കൊണ്ടുവരിക. ഇതെല്ലാം ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മളൊരു അന്യ സ്ഥലത്ത് പോവുകയാണ്, നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ
ബി കെയർഫുൾ. അങ്ങനെ ബാക്ക് പാക്കേഴ്സിനെ വെൽക്കം ചെയ്യുന്ന പാക്കേഴ്സ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് ചെയ്യാൻ അറിയായിരിക്കും. ഹേ ഗായ്, യു ക്യാൻ യൂസ് മൈ ഡ്രോയിങ് റൂം ബട്ട് ഡോണ്ട് എക്സ്പെക്റ്റ് എനിത്തിങ് എൽസ് എന്ന് നേരെ നോക്കി പറയുന്നവരുണ്ടാകാം. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പോകാനായിട്ടല്ലേ. ഞാൻ പറഞ്ഞു വന്നത് എനിക്കുണ്ടായ ഇനിയൊരു അനുഭവം. ഇതേപോലെ ഞങ്ങൾ ഇപ്പോൾ ഒരു 2 BHK ഫ്ലാറ്റ് എടുത്ത്, വളരെ കുട്ടിയൊരു ഫ്ലാറ്റാട്ടോ 2 BHK ഞങ്ങളുടെ ആ സമയത്ത് എടുത്തേക്കുന്നത്. അതിനകത്ത് ഞാനും മോളും അരവിന്ദും ഉണ്ട്. അപ്പോൾ ഒരു റൂം മോളുടെ റൂമും, പിന്നെ അമ്മയൊക്കെ അച്ഛനൊക്കെ വന്നാലും മോളുടെ റൂമിൽ തന്നെയാണ് കിടക്കുക. ഞങ്ങൾ ഒരു ബെഡ്റൂം, പിന്നെ ഒരു ചെറിയ കുട്ടി ഇത് TV വാച്ചിങ് ഏരിയ, അത് തന്നെ കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് ഡൈനിങ് സ്പേസ്, ഡൈനിങ് റൂം എന്ന് പറയാൻ പറ്റില്ല, സ്പേസ് ഒരു L ഷേപ്പിൽ. സോ വളരെ ചെറിയ ഫ്ലാറ്റ്, ഒരു 800 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഉണ്ടാവില്ല മദ്രാസിൽ കേട്ടോ. റെൻറ്റഡ് ഫ്ലാറ്റാണ്. അപ്പോൾ അവിടെ പണ്ട് അരവിന്ദിൻ്റെ ബ്രദറും ഒക്കെ ബോംബെയിൽ ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട്. അരവിന്ദിൻ്റെ ബ്രദറാണ് അവിടെ താമസിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എപ്പോഴും ഒരു വീട്ടിൽ ഗസ്റ്റ്, ഇവരുടെ ഒരു റിലേറ്റീവ്, കുറച്ച് അകന്ന റിലേറ്റീവാണ്, ബോംബെയിലുണ്ട്, പപ്പായുടെ റിലേറ്റീവാണ്. അപ്പോൾ പപ്പ വന്നപ്പോൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിട്ടു. സം ഗവൺമെൻറ് ജോലി എന്തോ ആയിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അവരുടെ ഫ്ലാറ്റിൽ ഇവരെപ്പോഴും പോകും, താമസിക്കാനല്ല, അവർ പോവും ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അവർക്ക് ഹോംലി ഫുഡ് ഉണ്ടാക്കി കൊടുക്കും അവിടുത്തെ ചേച്ചി. അപ്പോൾ അരവിന്ദ് അവിടെ ജോലി ചെയ്തിട്ടില്ല കേട്ടോ. അരവിന്ദ് ജസ്റ്റ് അനിയനെ കാണാൻ ചെല്ലുകയും അവിടെ ജോലി നോക്കാം എന്നൊക്കെ കരുതി പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ മദ്രാസിലൊക്കെ താമസമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അരവിന്ദ് ബോംബെയിൽ MS-ൻ്റെ ഇതാണെന്ന് തോന്നുന്നു, അല്ല, ഒരു വർക്ക്ഷോപ്പിന് പോയി IIT പോവയിൽ. അപ്പോൾ അവിടെ അത് അവരുടെ അക്കോമഡേഷൻ തന്നെയായിരുന്നു. പോവയിൽ തന്നെ അവരുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെ ഒന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ പോയി. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒന്നും കൂടെ ഇതായാലും ഫ്രണ്ട്ഷിപ്പൊക്കെ പുതുക്കി, എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 10-15 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ വലുതായിരുന്നു, 10-ലൊക്കെ പഠിക്കണു, 10-ലും 12-ലൊക്കെ പഠിക്കുന്ന 2 പെൺമക്കളാണ് ചേച്ചിക്കും ചേട്ടനും. അങ്ങനെ അവർ പരിചയപ്പെട്ട് തിരിച്ചു വന്നു. ഓക്കെ, ഫൈൻ, വെൽ ഡൺ. ഇവിടെ വന്നു കഴിഞ്ഞ് മദ്രാസിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് എനിക്ക് തോന്നുന്നു ഷീ വാസ് ഇൻ 6th or 7th. ആ സമയത്ത് ഇവരുടെ മകൾക്ക് മദ്രാസിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ വരികയാണ്, ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വിളിച്ചു പറഞ്ഞു, അത് കുഴപ്പമില്ല, വന്നോട്ടെ, സാരി, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ആരും നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ട് പോകുന്നതിലൊന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. വി ഷുഡ് ബി അക്കോമഡേറ്റീവ് അല്ലേ. അങ്ങനെ അവരവിടെ വന്നു, അവരുടെ ബ്രദറിനെയും കൊണ്ട് വന്നു. എനിക്ക് തോന്നുന്നു അവരങ്ങനെ ട്രാവൽ ചെയ്യാറില്ലായിരിക്കും ഒറ്റയ്ക്ക്. അവരും അവരുടെ ബ്രദറും ഈ പെൺകുട്ടിയും കൂടെ വന്നു കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഉള്ള സെറ്റപ്പിലൊക്കെ നമ്മൾ 2.5 റൂമുണ്ട്. ഒരു റൂം ഒരു ഞങ്ങളുടെ കമ്പ്യൂട്ടറൊക്കെ വയ്ക്കാനും ബുക്സ് വയ്ക്കാനൊക്കെ ഉള്ള ഒരു കുഞ്ഞ് സ്റ്റോർ റൂം പോലത്തെ റൂം, നല്ലൊരു റൂമായതുകൊണ്ട് അതങ്ങനെ ആക്കിയേക്കാം, ഒരു കുട്ടി ബെഡ്റൂം. അപ്പോൾ അതിൽ 2ലും കൂടെ അവർ മാനേജ് ചെയ്തു കേട്ടോ. ഇവർ 3 പേരും മാനേജ് ചെയ്തു. ഞങ്ങൾ 3 പേരും കൂടെ മോളെ ഞങ്ങളുടെ അടുത്ത് കിടത്തി. അങ്ങനെ ഒരു 3 ദിവസം അവർ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം ഞാനുണ്ടായിരുന്നപ്പോൾ ലഞ്ചും പിന്നെ ഇതുപോലെ ഞാൻ ജോലിക്കും പോകുന്നുണ്ട്. ലഞ്ച് മാത്രമേ ഞാൻ പ്രിപ്പയർ ചെയ്യുള്ളൂ. ബാക്കി ലഞ്ചിൽ എന്തെങ്കിലും എക്സ്ട്രാ ഉള്ള ഇങ്ങനെ നല്ല കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ എനിക്കൊരു കുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ സഹായി ആ കുട്ടിയാണ് അതെല്ലാം ചെയ്യാം. രാവിലെ തന്നെ എനിക്ക് ഇതിനൊന്നും നേരമില്ല. എനിക്ക് എപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് നേരെ ഓഫീസിൽ പോകണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഒരു പരിപാടിക്ക് ഞാൻ പോവില്ല. അപ്പോൾ ഇവർ ഒരു 7:30 ആകുമ്പോഴാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുക. അപ്പോൾ ഇവർക്ക് പോകേണ്ടുന്ന സ്ഥലത്തേക്ക് 7:30 എത്തണം. അപ്പോൾ 5 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണമെങ്കിൽ എണീക്കണ്ടേ 4:30. അപ്പം ഞാനിവരോടുത്ത് പറഞ്ഞു, ചേച്ചി എന്നാൽ നിങ്ങൾ പോണ വഴിക്ക് കഴിക്കൂ കേട്ടോ, ഇവിടെ ഈ പെൺകുട്ടി വരുമ്പോഴേക്കും ഭയങ്കര ലേറ്റ് ആവില്ലേ, സോ കഴിക്കൂ എന്ന് പറഞ്ഞിട്ടേ ഞാൻ ഉറങ്ങാൻ പോയി. 9:30 ആയപ്പോൾ അവർക്ക് ഫുഡെല്ലാം കൊടുത്തു, പാത്രമെല്ലാം കഴുകാനുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ ഉറങ്ങാൻ പോയി. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നത്തെ കാര്യം നോക്കിയാൽ മതി. ഇവരൊരു 5:30 ആകുമ്പോൾ പോവുകയും ചെയ്യില്ലോ എന്ന് ഓർത്ത് 3:45 ആയപ്പോഴേക്കും തേങ്ങ ചേരണ്ടെന്ന സൗണ്ട്. എൻ്റെ കിച്ചണിൽ കയറിയിട്ട് പുട്ടിൻ്റെ പൊടിയൊക്കെ തപ്പി കണ്ടുപിടിച്ച് അവർ
പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്നപ്പോൾ. തേങ്ങയൊക്കെ ചിരണ്ടി, എക്സ്ട്രാ തേങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു വെച്ചാൽ അവർ ഉണ്ടാക്കുകയായിരുന്നു. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടി, പക്ഷേ കുറച്ച് തേങ്ങ വേണ്ടി വന്നപ്പോൾ ചിരണ്ടിയപ്പോഴാണ് ഞാൻ സൗണ്ട് കേട്ട് എണീറ്റ് അടുക്കളയിൽ വന്നപ്പോഴേക്കും ഒരു 5:15 ആയിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരു 4-5 കുറ്റി പുട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുക, കഴിച്ചോളൂ കേട്ടാ. ഞാൻ പറഞ്ഞു എന്തിനാ അതിപ്പോൾ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല ഞങ്ങൾക്ക് കഴിച്ചിട്ട് പോകണ്ടേന്ന്. നിങ്ങൾ പറയൂ. എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ചെയ്തത്. എന്തിനാ അങ്ങനെ ചെയ്തത്? ഞങ്ങൾക്കും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ട് അവരത് കഴിച്ചിട്ട് 5:30 അവർ പോയത്. അതായത് നമ്മുടെ വീട്ടിൽ കയറി നമ്മുടെ സാധനങ്ങളൊക്കെ റാൻസാക്ക് ചെയ്ത്. എനിക്കിഷ്ടമായില്ല കേട്ടോ. നിങ്ങൾ പറയും അത് നന്മയാണോ തിന്മയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അന്ന് ഇഷ്ടമായില്ല. എനിക്ക് തോന്നിയത് ഇവരെന്താ ഇങ്ങനെ ചെയ്തത്? ഒരാളുടെ, ഞാനത് പുറത്തുനിന്ന് കഴിക്കാൻ പറഞ്ഞത് അവർക്ക് ഇഷ്ടമാഞ്ഞിട്ടേ അവർ തന്നെ കിച്ചണിൽ കയറിയിട്ട് അവരുണ്ടാക്കി. 3 ദിവസം ഞാൻ അവരൊക്കെ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന. മൺഡേ എനിക്ക് ഓഫീസിൽ പോകണ്ടേ, ശനി ഞായറും ഞാൻ ചെയ്തതാണ്. ഇത് തിങ്കളാഴ്ച ദിവസമാണ് ഇങ്ങനെ ചെയ്തത്. എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. പക്ഷെ ഒന്നും ഞാൻ പറഞ്ഞില്ല, എന്ത് ചെയ്യാൻ പറ്റും. ചിലരങ്ങനെ ആയിരിക്കും, ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് അവരതും കഴിച്ചിട്ട് പോയി. പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പം അവർ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പ്ലേസ്മെൻ്റ് ആയി, ഇന്ന സ്ഥലത്താണ് പ്ലേസ്മെൻറ്റ്, അപ്പോൾ താമസ സൗകര്യമൊക്കെ വേണം. അപ്പോൾ അവരിങ്ങനെ സൂചിപ്പിക്കുകയാണ് കേട്ടോ, നമ്മുടെ ഇവിടെ കുട്ടീനെ നിർത്തണമെന്ന്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിർത്തില്ല. പെൺകുട്ടികളെ ഞാൻ കൂടെ താമസിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ചെയ്യില്ല. അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. അത് ചിലതൊന്നും നമുക്കിപ്പോൾ ഇതിൽ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ പെൺകുട്ടികളെ വേറൊരാളുടെ വീട്ടിൽ താമസിപ്പിച്ചാൽ അത് അത്ര നല്ലതല്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ നോക്കാം എന്ന് പറഞ്ഞു. കുറേ ഉണ്ട് അവിടെ, ആ റോഡിൽ, ആ ജോലി കിട്ടുന്ന അതിൻ്റെ റോഡിൽ അവിടെ ഉണ്ട്. നമ്മളെല്ലാവരും പോയി കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഒന്നും ഇവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. എല്ലാം ഇങ്ങനെ പറഞ്ഞു. അവസാനം ഏതോ ഒരു സ്ഥലത്ത് അവർ ഓക്കെ എന്നും പറഞ്ഞ് ആക്കിട്ടോ. എന്നിട്ട് ഇവർ പിന്നെയും ഒരു പ്രാവശ്യം കൂടെ വരികയുണ്ടായി. പിന്നെയും അത് കഴിഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാണ്ട് തോന്നി. നമ്മളുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ കിച്ചണിൽ കയറിയിട്ട് പാചകിച്ചിട്ട് നമ്മളോടും കൂടെ കഴിച്ചോളൂ എന്ന് പറയണതിൻ്റെ ഓഡാസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ദേഷ്യം വരുമല്ലേ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതൊരു മര്യാദയല്ല. ഞാനാണെങ്കിൽ ചെയ്യില്ല. ഞാൻ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി കഴിച്ചിട്ടങ്ങ് പോകും. അവരുടെ വീട്ടിൽ കിടക്കാൻ തന്നത് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അല്ലേ. അങ്ങനെ ഒരുപാട് പേര് ജസ്റ്റ് വന്നിട്ട് അതിൻ്റേതായ ലിമിറ്റിൽ നിന്നിട്ട് പോകുന്ന ആൾക്കാർ മലയാളീസ് വളരെ കുറവാണ്. ലെറ്റ് മീ ടെൽ യു, വളരെ കുറവാണ്. അവർക്ക് ഒരു വിധത്തിലുള്ള ബൗണ്ടറീസും ഇല്ല. ഇതേപോലെ തന്നെ ഒരു മാമൻ്റെ മകൻ ഇതുപോലെ വന്നു കേട്ടോ. എൻ്റെ അല്ല, അരവിന്ദൻ്റെ. പ്രശ്നമുള്ള ആൾക്കുട്ടി പയ്യനൊന്നും അല്ല. പക്ഷേ വന്നു. ഞാനും മോള് മാത്രമേ ഉള്ളൂ. അരവിന്ദ് അന്ന് കസഖ്സ്ഥാനിലാണ്. അപ്പോൾ എൻ്റെ അച്ഛനുണ്ട് ഞങ്ങളുടെ കൂടെ. അച്ഛൻ പറയാണ്, അപ്പോൾ മോള് 10th കേട്ടോ. ഇയാൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഒരു ജോലി നോക്കാൻ വന്നതാ, അവിടെ നോക്കാം ഇവിടെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് 2-3 ദിവസമായി പോണില്ല. 3ആയി 4ആയി. അവസാനം അച്ഛൻ പറഞ്ഞേ, അല്ല പോണില്ലേ അച്ഛൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല എനിക്ക് ജോലിയൊന്നും ആയില്ല. അല്ല ജോലി ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കും മോനെ. ഇവിടെ ഇപ്പം ഞാനുള്ളതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, നിനക്ക് വരാൻ പോവാം. ഇതിവിടെ ഇവർ 2 പേരും മാത്രമല്ലേ ഉള്ളൂ, സ്ത്രീകൾ പെൺകുട്ടിയും ഒക്കെ ആയിട്ട് എന്ന് അച്ഛനങ്ങ് തുറന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിനകത്ത് യാതൊരു മടിയും കാണിക്കണ്ട കേട്ടോ. ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി നല്ല ആൺപിള്ളേരായിരിക്കാം, എല്ലാം നല്ലതായിരിക്കാം, ബട്ട് നോ, യുവർ ഹൗസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഓപ്പൺഡ് ഫോർ എ തേർഡ് പേഴ്സൺ. എസ്പെഷ്യലി ഒരു 10-20 വയസ്സൊക്കെ ഉള്ള ആൺപിള്ളേർക്ക് നമ്മുടെ വീട്ടിലത് ശരിയാവില്ല. പിന്നെ അല്ലെങ്കിൽ ആങ്ങള പെങ്ങള് മക്കൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത്ര അടുത്ത റിലേഷൻസൊക്കെയാണ്. അല്ലാതെ ഇങ്ങനെ ഇപ്പം ഞാൻ അവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന, അരവിന്ദ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നല്ല. അരവിന്ദ് ഉണ്ട് അവിടെയെങ്കിൽ പിന്നെയും ഓക്കെ, ഹി ക്യാൻ മാനേജ് ഇറ്റ്. ഞാനും എൻ്റെ മകളും താമസിക്കുന്നിടത്ത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. നോ, ഇതൊക്കെ വലിയ വലിയ വള്ളിക്കെട്ടുകളായിട്ട് മാറും. ഒന്നുമില്ലെങ്കിലും നമ്മൾ അവരോട് കാര്യത്തിൽ സംസാരിക്കേണ്ടി വരും. ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾ ചേച്ചി ഇത് കൊണ്ടും നമ്മളെല്ലാവരെയും സഹായിക്കണ്ടേന്ന് ചോദിച്ചാൽ സഹായിക്കണ്ടേന്ന് ചോദിച്ചാൽ സഹായിക്കണം. പക്ഷേ എനിക്ക് ഇത്തരത്തിലുള്ള സഹായത്തിനോടൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം പേടിക്കേണ്ട കാലവുമാണ്. എന്തിന് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നന്മ ചെയ്യാൻ പോയി നമ്മുടെ സമാധാനം കളയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറ. എനിക്ക് തോന്നുന്നു നോ പറയാമെന്ന് അല്ലേ. നോ പറയാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എല്ലാവർക്കും. ബട്ട് സ്റ്റിൽ ഐ എം ടെല്ലിങ്,
നോ പറയേണ്ടടുത്ത് നോ പറയണം. പിന്നെ നമ്മളാണ് അങ്ങനെ ഒരു അതിഥിയായിട്ട് പോകുന്നതെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ വേറെ ആരുടെയും വീട്ടിൻ്റെ ഡ്രോയിങ് റൂമിൽ ചെന്ന് കയറരുത്. അവരെത്ര മനോഹരമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താലും നമ്മൾ ഒബ്ലിഗേറ്റഡ് ആകും, അത് വേറെ കാര്യം. പിന്നെ നമ്മളുടെ ചില കാര്യങ്ങൾ ഇറ്റ്സ് നോട്ട് ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയിൽ കയറി അവർ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, എനിക്ക് ആ വീട്ടിലെ വീട്ടമ്മ എന്നുള്ള നിലയിൽ എനിക്കിഷ്ടമായില്ല. എൻ്റെ വീട്ടിലെ അടുക്കളയിൽ കയറിയിട്ട് എന്നോട് ചോദിക്കാതെ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടിയും തേങ്ങയൊക്കെ എടുത്ത് അവരുണ്ടാക്കി കഴിച്ചിട്ട് പോയത്. ഐ ജസ്റ്റ് ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. അതവർ കേൾക്കുന്നുണ്ടായിരിക്കും, അവരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. പക്ഷെ ഞാനത് നുണയല്ല പറയുന്നത്. എന്താണെന്നറിയോ, എൻ്റെ ബ്രദർ ഇൻ ലോ അവിടെ പോയി എപ്പോഴും പോകുന്നു താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇവരും അരവിന്ദും വന്ന് പോയി ബന്ധമൊക്കെ പുതുക്കിയിട്ട് വന്നതല്ലേ. അപ്പോൾ എനിക്ക് അവരെ നമ്മൾ സ്വാഭാവികമായിട്ട് അവർ വരുമ്പോൾ നമ്മളൊരു ആതിഥേയത്വം വഹിക്കേണ്ടതാണെന്നുള്ള ഒരു മര്യാദ കൊണ്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ അത് എനിക്ക് എങ്ങനെ ആയെന്ന് നോക്കൂ. അവർ പിന്നീട് വല്ലയിടത്തൊക്കെ പോയിട്ട് ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും, അവരിങ്ങനെയാണ് എന്നോട് പെരുമാറിയെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ. ഞാൻ 3 ദിവസം നല്ല ആതിഥേയായിരുന്നതൊക്കെ കുടത്തിന് പുറത്ത് വെള്ളമൊഴിച്ച പോലെയായി അല്ലേ. ഇനിയുണ്ട് ഇതുപോലത്തെ കഥകൾ. അത് പറയണോ വേണ്ടിയോ എന്ന് ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് 1-2 എപ്പിസോഡായിട്ട് ഞാൻ പറയാം കേട്ടോ. ഇപ്പം ഇത് മതി. സോ അതിഥി ദേവോഭവ എന്നൊക്കെ പറയുന്നത് പുറത്ത് താമസിക്കുന്നവർക്ക് പ്രായോഗികമല്ല കേട്ടോ. ഈ ബോംബെയിലും ഒക്കെ എല്ലാം വളരെ കോമ്പാക്റ്റ് ആയിരിക്കും. പിന്നെ വളർന്നു വന്ന പെൺകുട്ടികളൊക്കെ ഉള്ളിടത്ത് വലിയ പ്രയാസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെന്ന് കയറിയാൽ. നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോകാനുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഹോട്ടലിൽ താമസിക്കാനുള്ള പൈസ നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രം പോയാൽ മതി, അങ്ങനെയുള്ളിടത്ത് ഇൻ്റർവ്യൂവിനും അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട്. ഓക്കെ, യു ക്യാൻ ഗോ ദെയർ, വിസിറ്റ് ദം ആൻഡ് കം ബാക്ക്. ഒന്ന് പോയിട്ട് ഒരു ടീ ഒക്കെ കുടിച്ചിട്ട് അവരുടെ കുശലമൊക്കെ അന്വേഷിച്ച് വരാം. അല്ലാതെ അവരുടെ ഡ്രോയിങ് റൂമിൽ താമസിക്കാനോ 2-3 ദിവസം അവിടെ അടിഞ്ഞുകൂടാനൊന്നും നോക്കരുത്. ദാറ്റ്സ് നോട്ട് ഗുഡ്. പക്ഷേ കസിൻസ് തമ്മിൽ അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ദാറ്റ്സ് ഓക്കെ. കാരണം നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. ബ്രദേഴ്സിൻ്റെ മക്കളും ബ്രദേഴ്സിൻ്റെ മക്കളും സിസ്റ്റേഴ്സ്, അതൊക്കെ ഓക്കെ. അത് എത്ര നാൾ വേണേലും ഇപ്പം അമ്മാവൻ്റെ വീട്ടിലെല്ലാവരും പോയി താമസിക്കില്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ റിലേറ്റീവ്സ്, കല്യാണങ്ങൾ കൊണ്ടുള്ള റിലേറ്റീവ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ബി കെയർഫുൾ. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കസിൻസ് തന്നെയാണെങ്കിലും അത് എല്ലാവരും അവോയ്ഡ് ചെയ്യണതായിരിക്കും നല്ലത്. പിന്നെ കുടുംബമായിട്ട് പോവില്ലേ, ഹസ്ബൻഡും വൈഫും മക്കളുമായിട്ടൊക്കെ ഒന്ന് പോയി ഒരു 2-3 ദിവസം ഏതെങ്കിലും സൈറ്റ് സീയിങ്ങിന് പോകുന്നത് ദാറ്റ്സ് ഓക്കെ. അതൊക്കെ വേണം അല്ലേ. അല്ലാതെ ഇങ്ങനെ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പെൺകുട്ടിനെ ഡംപ് ചെയ്തിട്ടിട്ട് അങ്ങ് പോവുക, അവരവിടെ നിന്ന് ജോലി ചെയ്തോട്ടെ. നെവർ, യു ഷുഡ് നെവർ ആക്സെപ്റ്റ് ഇറ്റ്. എസ്പെഷ്യലി 10-20-25 വയസ്സുള്ള പെൺകുട്ടികളുടെ ഒരു ഉത്തരവാദിത്വവും അന്യരായ നമ്മൾ എടുക്കരുത്. എന്ത് പറയുന്നു? കമൻറ്റ്.